പരമശിവൻ സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞോടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. May I come in, sir? Sharp 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. SP സാറിനെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എന്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പോൾ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ? 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. SP, ഇനി അവനെ തൊട്ടുപോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ? നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യന്നില്ലേ? നീ തല്ല എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം. SI SP കൊണ്ട് തല്ലിക്ക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന ഇടഞ്ഞേനെ. ബായ് ബായ് വാ. സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടാ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവൻ. വാളയാർ പരമശിവൻ. എന്താ, എനിക്കിതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് SP പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ. സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാൽ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടി പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരാ. എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. ഇത്രയും വണ്ടികൾ കിടക്കുന്ന കണ്ടുകൂടാ എനിക്ക്? 9-നും 10-നും ഇടയ്ക്ക് ഒറ്റ വണ്ടി വഴി കടന്നു പോരുത്. 2 സൈഡും ബ്ലോക്കാ. 1 മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി.
എടുത്തു മാറ്റണോ വണ്ടി മാറ്റാൻ. ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്കായി ഈ പ്രഹസനം. കഷ്ടമാണ് സാർ. എസ് പിയുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സാർ ഒരു കോളുണ്ട്. ആരാടോ? SP ആണ് സാർ. സർ, പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല. കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർഫോഴ്സ് വരുന്നുണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. ആ ബാരിക്കേഡ്സ് എടുത്ത് മാറ്റൂ. quick. മതിക്കോ. താക്കണോ? പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായിട്ട് ഷാർപ്പ് 10. വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയൂ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം, തോറ്റു തോറ്റു തൊപ്പിയിടണം, അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ. അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്? ശിവ, ഓരോ തവണ ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എന്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബായ്. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എന്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ബായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ, ഇയാള് പോണേ പോട്ടെ അപ്പാ, നമുക്കിതൊന്നും ചെയ്യാറിയില്ലേ? ജോണി, ജോണി പറഞ്ഞതാണ് ശരി ബായ്. എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാല് ബായുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പിന്നെ കണക്കിൽ കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ശിവ? കടലിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ബായ്?